ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം, പക്ഷേ മെയിനായിട്ട് നമുക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നുന്നത് ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെ കഴിക്കുമ്പോഴാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയാണ്, ഉരുളക്കിഴങ്ങ് മസാല. പക്ഷേ സാധാരണ ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് മസാലയിൽ നിന്ന്, നമ്മളിപ്പോൾ പൂരി ബാജി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന ആ ഒരു പൊട്ടറ്റോ മസാലയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരുപാട് സമയം നമ്മൾ ഗ്രേവി കുറുക്കിയെടുക്കരുത്. കുറുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കട്ടിയായി പോവും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 4 എണ്ണം വേവിച്ചെടുക്കുക. കുക്കറിൽ 3-4 വിസിൽ വരുന്നത് വരെ, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കായി കിട്ടുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കുക. അതിലേക്കായിട്ട് 2 മീഡിയം വലിപ്പത്തിലുള്ള സവോള എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വലിയ ഉരുളക്കിഴങ്ങിലേക്കുള്ള അളവാണ് പറയുന്നത്. 2 സവോള, അതുപോലെ തന്നെ 1 തക്കാളി, പിന്നെ എടുത്തിരിക്കുന്നത് 2 പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഒന്ന് ഫൈൻ ചോപ്പ് ചെയ്തെടുക്കുക. ചതച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും, ഇല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ കറിവേപ്പില, ബാക്കിയുള്ള പൊടികളൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഉടയേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ പച്ചമുളകും സവോളയും തക്കാളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവോള ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ചാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പച്ചമുളക് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തു. തക്കാളി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ കറി നമുക്ക് വെജിറ്റബിൾ ഓയിലിൽ ചെയ്യാം, വെളിച്ചെണ്ണയിൽ ചെയ്യാം, നെയ്യിൽ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കടുകാണ്. ലാസ്റ്റ് വറവിടണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വറവിടാം കേട്ടോ. ഇത് ആദ്യം വറവിടുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ജോലികൾ കഴിയും. അതുകൊണ്ടാണ് ആദ്യമേ വറവിടുന്നത്. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ ക്യൂമിൻ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക്. പിന്നെ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്താണ് ചേർക്കുന്നതെങ്കിലും ഇപ്പോൾ ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ മാത്രം പിന്നീട് ചേർക്കാം. അപ്പോൾ നമുക്കിനി സവോള ചേർത്ത് കൊടുക്കാം. സവോളയുടെ കൂടെ പച്ചമുളകും ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകണ്ട. ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം. അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർക്കുക, പച്ചവെള്ളം ചേർക്കരുത്. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് പച്ചവെള്ളത്തിൽ കറി ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ എപ്പോൾ വെള്ളം ആഡ് ചെയ്യുകയാണെങ്കിലും ചൂടുവെള്ളം തന്നെ ചേർക്കുക. അപ്പോൾ ഈ സവോളയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഞാൻ അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കേണ്ടത്. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പൊട്ടറ്റോ മസാലകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള കറികളാണ് കേട്ടോ. പൂരിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന കറികൾ തന്നെയാണ്. പക്ഷേ തക്കാളി ചേർക്കാതെയും ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാതെയും പൊട്ടറ്റോ ഇതുപോലെ സവോള ഒരുപാട് വഴറ്റാതെയും പല രീതിയിൽ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാതെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നീതാസ് ടേസ്റ്റ്ലാൻഡ് പൊട്ടറ്റോ മസാല എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസിപ്പികളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് 1/4 ടീസ്പൂൺ മതി എന്ന് പറയുന്നത്. കൂടുതൽ പൊട്ടറ്റോ എടുക്കുകയാണെങ്കിൽ മല്ലിപ്പൊടിയുടെ അളവ് കൂട്ടുക. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ്റെ ഫ്ലേവർ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ നോൺ വെജ് ഫ്ലേവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൊടികൾ ഇതാ
ചേർത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർന്ന് തന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നുകൂടി കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം. ആ രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് കുക്കായി തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്തിരുന്നു കേട്ടോ. ഒരു 2 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ അപ്പോൾ തക്കാളി വേഗം കുക്കായി കിട്ടി. ഇനി നമുക്കിതിലേക്ക് ബാക്കി ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ചൂടുവെള്ളം ചേർക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടറ്റോ ചേർത്ത് വരുമ്പോൾ കുറുകി വരും കറി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. എത്രത്തോളം വേണമെങ്കിലും വെള്ളം ചേർക്കാം. പക്ഷേ ചൂടുവെള്ളം ആയിരിക്കണം എന്ന് നേരത്തെ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വരണം. അത്രയും സമയം നമുക്ക് അടച്ചു വയ്ക്കണം. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി പൊട്ടറ്റോയ്ക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രം അടച്ചു വയ്ക്കുക. അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാഗി ക്യൂബൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അത് നോൺ വെജിറ്റേറിയൻസിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചേർക്കണം എന്ന നിർബന്ധമൊന്നുമില്ല. ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് ചരിച്ച് കട്ട് ചെയ്ത് നമ്മളിപ്പോൾ വഴറ്റി ചേർത്ത പോലെ തന്നെ കട്ട് ചെയ്ത് ചേർക്കുക. വേറെ മുളക് പൊടിയൊന്നും ചേർക്കരുത്. അപ്പോൾ അതൊന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി ഒരു 5 മിനിറ്റ് ആയിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ട് ഉടച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് ഉടച്ച് പൊടി പൊടിയാക്കിയിട്ടില്ല. കുറച്ച് വലിയ പീസുകളാണ്. ഇനി ഇതിപ്പോൾ ഈ കറിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നോളും നമ്മൾ ഇളക്കുമ്പോൾ. അപ്പോൾ പൊട്ടറ്റോ വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. പൊട്ടറ്റോയുടെ തൊലിയോടുകൂടി വേവിക്കുമ്പോൾ ഉപ്പൊന്നും അധികം പിടിക്കില്ല കേട്ടോ. എങ്കിലും നിങ്ങൾ ലാസ്റ്റ് ഉപ്പ് കറക്റ്റ് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോയും കൂടി ചേർന്ന് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴാണ് നമ്മുടെ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുക. വലിയ പീസുകളുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇളക്കും തോറും ഇത് ഉടഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വലിയ പീസുകൾ ആയിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്, ചെറിയ പീസുകൾ ആക്കാതെ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം. മല്ലിയിലയുടെ ഫ്ലേവറും കൂടി നമ്മുടെ കറിയിലേക്ക് ഒന്ന് പിടിച്ചു വരാനാണ് ഇപ്പോഴേ ചേർക്കുന്നത്. ഇതൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. പിന്നെ ഇതൊന്നുകൂടി തിളച്ച് വരട്ടെ. 2 മിനിറ്റ് മതി. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട. ഒരുപാട് സമയം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറുകിപ്പോവും. പിന്നെ ചൂടുവെള്ളം വീണ്ടും ചേർക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ഇളക്കി നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ കുറുകി വരുന്നുണ്ട്. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു പിഞ്ച് പഞ്ചസാരയാണ്. നമ്മുടെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുക. ഇത്രയും മതി. ഇനി നമ്മൾ നെയ്യിലല്ല വെജിറ്റബിൾ ഓയിലാണ് ഈ ഒരു കറി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണയിലാണ് ഈ ഒരു കറി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ചെറിയൊരു ചൂടോടുകൂടി ഉപയോഗിക്കുക. നല്ല ചൂടിൽ കറി ഉപയോഗിക്കരുത്, ഇളം ചൂടിൽ കറി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻസ് ഒന്ന് എഴുതിയേക്കുക. ഇഷ്ടമായോ ഇല്ലയോ, എളുപ്പമാണോ, ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ഇനി ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ലാസ്റ്റ് നമുക്കിതുപോലെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം.
അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഈ ഒരു കറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.